അനീഷ്, എന്താണ് മലബാറിന്റെ ആകെ മൊത്തം ചൂട് ചിത്രം? സുഹൈൽ, ഈ മീനച്ചൂടിൽ വാടിത്തളരുകയാണ് മലബാർ മേഖല, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് ഇവിടുത്തെ യാത്രക്കാരോടും അതുപോലെ വ്യാപാരികളോടും തന്നെ ചോദിക്കാം ഈ ചൂട് അവരുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ചേട്ടാ, ചൂട് ഇത്തവണ അല്പം കൂടുതലാണ്, എങ്ങനെയാണ്? ചൂട് നല്ല ചൂടാണ്. ചൂടെന്നാൽ ശരീരത്തിൽ ഉള്ളുന്ന് ഇങ്ങനെ പുറത്തേക്ക് ചൂട് എന്താ പറയുക, അങ്ങനെ തെള്ളുന്ന ഒരു ഭാര ചൂടാണ്. ഫാനൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും വീട്ടിൽ കിടക്കുന്നതല്ലേ? ഫാനൊക്കെ ഉപയോഗിച്ചാൽ ഫാനിൻ്റെ ഫുൾ വർക്കാണ്, ഫാൻ ഫുൾ വർക്കാണ്. സുഹേൽ, അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തെ ഈ ചൂട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വ്യാപാരികളോടും ചോദിക്കാം ഏത് രീതിയിലാണ് അവരെ ഇത് ബാധിച്ചിരിക്കുന്നത് എന്ന്. ചേട്ടാ, ഈ ചൂട് അല്പം കൂടുതലാണ്, എങ്ങനെയുണ്ട്? കച്ചവടക്കാരൊക്കെ വരുന്നുണ്ടോ? കച്ചവടക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര പിന്നെ ചൂടാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ വെള്ളം കുറേ കുടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഒക്കെയാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. ഇവിടെ ഈ സർബത്ത് ജ്യൂസിനൊക്കെ ആളുകൾ കൂടി തുടങ്ങിയോ? അങ്ങനെ ഈ സർബത്തിനും ജ്യൂസിനൊക്കെ ആളുകൾ കൂടി തുടങ്ങിയോ? അതെ, ഇപ്പം വെള്ളത്തിനാണ് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂട് കൂടുതലാണല്ലോ, അതിനനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ ശരീരം റെഡിയാവുള്ളൂ. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണ ഈ വെള്ളത്തിന്? സഹിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യാനാണ്, ചൂട് സഹിക്കാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ, ശരിയാവിക്കും. സുഹേൽ, ഏതായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഇത്തവണ കോഴിക്കോട് 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കൂടുതലാണ്. കഴിഞ്ഞ വർഷം 35.5 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഈ ചൂടാണെങ്കിൽ KSRTC സ്റ്റാൻഡിന്റെ കാര്യം പറയേണ്ടയില്ല. ഒരു വെന്റിലേഷൻ പോലും ഇല്ലാത്ത അശാസ്ത്രീയ നിർമ്മാണ ആരോപണം നേരിടുന്ന ഇടമാണ്. അവിടെ ഇതിനേക്കാൾ ദുർഘടമായിരിക്കും സ്ഥിതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.